നമസ്കാരം. മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം. പരസ്യമായ പ്രസ്താവന പാടില്ല എന്ന KPCC നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ബാലകൃഷ്ണൻ പെരിയയും കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ നടത്തിയ രൂക്ഷമായ ചേരിപ്പോരിനെ തുടർന്നാണ് KPCC നേതൃത്വം ഇരു നേതാക്കൾക്കും പരസ്യമായ പ്രസ്താവന ഇറക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP KPCC സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലെ വരികളിൽ ഏതെങ്കിലും ഒന്ന് തെളിയിക്കുകയാണെങ്കിൽ താൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെക്കുമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ കാസർഗോട്ടെ ചില നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന ഉടൻ ഇക്കാര്യങ്ങളൊക്കെ താൻ വിളിച്ചു പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഏതെങ്കിലും ഒരു ആരോപണം അയാൾ തെളിയിച്ചാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടരാൻ അർഹതയില്ല, യോഗ്യതയില്ല. ഞാൻ ആ നിമിഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും. അയാൾ തെളിയിക്കുന്നത് ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ MP ആയതിനു ശേഷമാണെങ്കിൽ ഞാൻ MP സ്ഥാനം രാജിവെച്ചിരിക്കും. എന്നെ തോപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. തോപ്പിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ പേര് നാളും ഒക്കെ ഞാൻ പറയാം. ഇലക്ഷൻ കഴിയട്ടെ. എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിന് മുകളിലൊക്കെ ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഫോട്ടോ